പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ 17 ഇന്നേക്ക് 9-ാം ദിവസം ക്രിസ്മസാണ്. അതായത് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള 8 ദിവസങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നമുക്കത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നന്നായിട്ട് ഒരുങ്ങാം. ഈശോയുടെ ജനനത്തെക്കുറിച്ചും ഈശോയുടെ വരവും ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വായനകളും ഒക്കെയാണ് നമ്മൾ കേൾക്കുക. നമുക്കിതൊക്കെ കേട്ട് കുറെ കൂടി തീക്ഷ്ണമായിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം. ഈ 8 ദിവസം നമുക്ക് നന്നായിട്ട് പരിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുക്കാം. അങ്ങനെ ക്രിസ്മസ് സമ്മാനം ചോദിച്ചാൽ നമ്മൾക്ക് ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് വന്നു ചേരട്ടെ. അതിന് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ പരിശുദ്ധ ബലിയർപ്പണം വളരെയധികം സഹായകമാകട്ടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യപ്രകൃതിയുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, നിത്യകന്യകയുടെ ഉദരത്തിൽ അങ്ങ് വചനം മാംസം ധരിക്കണമെന്ന് തിരുവുള്ളമായ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം കേട്ടരുളണമേ. അങ്ങനെ ഞങ്ങളുടെ മനുഷ്യപ്രകൃതി സ്വീകരിച്ച് അങ്ങേകജാതൻ അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ പങ്കുചേരാൻ ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. അങ്ങയോടു കൂടെ
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, യാക്കോബിൻ്റെ പുത്രന്മാരെ, ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. യൂദാ നിന്റെ സഹോദരന്മാരിൽ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ട് പോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അല്ലേലൂയ, അല്ലേലൂയ. അത്യുന്നതന്റെ ജ്ഞാനമേ, ശക്തനും ആർദ്രനുമായ സർവലോക നിയന്താതാവേ, ഞങ്ങളെ വിവേകത്തിന്റെ വഴി പഠിപ്പിക്കുവാൻ വരിക. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം
അബ്രഹാം ഇസ്ഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിൻ്റെയും, യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ്റെയും, ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നക്ഷോൻ്റെയും, നക്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും, ഓബദ് ജസ്സയുടെയും, ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെയും, റഹോബോവാം അബിയായുടെയും, അബിയാം ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും, യോസഫാത്ത് യോറാമിൻ്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ യോദാമിൻ്റെയും, യോദാം ആഹാസിൻ്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസെ ആമോസിൻ്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും, സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെയും, അബിയൂദ് എലിയാക്കിമിൻ്റെയും, എലിയാക്കിം ആസോറിൻ്റെയും, ആസോർ സാദോക്കിൻ്റെയും, സാദോക്ക് അക്കീമിൻ്റെയും, അക്കീം എലിയൂദിൻ്റെയും, എലിയൂദ് എലിയാസറിൻ്റെയും, എലിയാസർ മഥാൻ്റെയും, മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെ ഉള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വംശാവലി ഗ്രന്ഥം വായിച്ചു കേൾക്കുമ്പോഴും നമുക്ക് എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും ഈ വംശാവലി ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അപ്പോൾ അത് കാലസമ്പൂർണതയിൽ, കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈശോ ജനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇനി ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്ന വചനം ഇതാണ്: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നിന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം അത് ഈശോയിലേക്ക് എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്ന് നമ്മളെ കാണിക്കുകയാണ്. കാലത്തിൻ്റെ പൂർണ്ണത നമുക്ക് അറിയാമല്ലോ. 14, 14, 14 അങ്ങനെ 14 തലമുറകൾ. അത് 7 പൂർണ്ണതയുടെ നമ്പറാണ്. 7-ാം ദിവസം വിശ്രമിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. ദൈവം സൃഷ്ടി കർമ്മം പൂർത്തിയാക്കി 7 പൂർണ്ണതയാണ്. 7 + 7 14. അങ്ങനെ 14 × 3, 14 × 3, 3 ഒരു പെർഫെക്ഷൻ്റെ ത്രിത്വൈക ദൈവം. അതുപോലെ നമ്മൾ പരിശുദ്ധൻ 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 3 പ്രാവശ്യം പറയുന്നത്. അപ്പം അങ്ങനെ 7 പൂർണ്ണതയുടെ 3 എന്നുള്ളത് ഒരു പൂർണ്ണതയുടെ നമ്പർ. അതുപോലെ നമുക്കറിയാമല്ലോ, ഈ 14, 14, 14 വരുമ്പോൾ 42 ആവും. 40 ഒരു പൂർണ്ണതയാണ്. 40 ദിവസം ഉപവസിക്കുന്നത്, 40-ാം ദിവസം ഈശോ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ 40 എന്നൊരു കണക്കും അത് ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു നമ്പറാണ്. ഇനി മറ്റൊരു ഇതിൻ്റെ അകത്തുള്ള ഒരു ഭാഷാപരമായിട്ടുള്ളൊരു പ്രത്യേകത ഇതാണ്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് ദാവീദിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഇല്ലേ, അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അത് 6-ാമത്തെ വാക്യത്തിലും അത് പറയുന്നുണ്ട്. ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് അവസാനിക്കുക 6-ാം വചനം, മത്തായി 1:6. ഇപ്പം ദാവീദ് 3 അക്ഷരങ്ങളാണ് ഉള്ളത്.
അതിന് ദാലത്ത് വാവ് ദാലത്ത് അങ്ങനെ പറയുന്നത്. ദാവീദിൻ്റെ ഡി, അതിൻ്റെ അക്ഷരങ്ങളുടെ പേര്, ഈ അക്ഷരങ്ങൾക്കൊരു നമ്പറുണ്ട്. അപ്പം ദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ 6. ഇനി ദാവീദിൻ്റെ രണ്ടാമത്തെ അക്ഷരം വി, അതിന് വാവ് എന്നാണ് പറയുന്നത്. വാവ് എന്ന അക്ഷരത്തിൻ്റെ നമ്പർ 4. പിന്നെ വീണ്ടും ദാലത്ത്, അതിന് 6 + 4 + 6 14. അങ്ങനെയും ഒരു കണക്ക് അത് ബൈബിൾ അടിസ്ഥാനത്തിൽ ഭാഷയുടെ വ്യാഖ്യാനം അങ്ങനെ നൽകപ്പെടുന്നുണ്ട്. ഇനിയും നമുക്ക് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദാവീദ് രാജാവാണ്. ഇവിടെ പലരുടെയും പേര് ഈ വംശാവലി ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു കേട്ടപ്പോൾ ദാവീദിന് മാത്രമേ രാജാവെന്ന് പേര് പറഞ്ഞുള്ളൂ, ദാവീദ് രാജാവ്. അപ്പം ഈശോ ഒരു രാജവംശത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. രാജകീയ വംശം. ഇനി ഈ ദാവീദ് രാജാവ് തെറ്റ് ചെയ്തു. അങ്ങനെ ദാവീദ് രാജാവ് തെറ്റ് ചെയ്തത്, ബത്ശേബാവുമായിട്ട് തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സോളമൻ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഈശോയെ ബാധിക്കുന്നില്ല. നമ്മളിങ്ങനെ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ തെറ്റ് ചെയ്ത ദാവീദ് രാജാവിൻ്റെ വംശത്തിൽ നിന്നാണല്ലോ ഈശോ ജനിച്ചത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാണ് മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. മറിയത്തിൽ നിന്ന്, മറിയം, അത് 16-ാമത്തെ വാക്യമാണ്. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. അപ്പം മറിയം ഒരു സൊല്യൂഷനാണ്. പാപരഹിതയായി ജനിക്കപ്പെട്ട, അല്ലെ ജന്മപാപമില്ലാതെ ജനിക്കപ്പെട്ട മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സൊല്യൂഷനാണ്. അത് വംശാവലിയിൽ തന്നെ അങ്ങനെ ഒരു സൊല്യൂഷൻ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി അബ്രഹാത്തെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. അതായത് ഉൽപ്പത്തി 12 മുതൽ ആണ് അബ്രഹത്തിൻ്റെ സംഭവം നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതുവരെയുള്ളതൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഉൽപ്പത്തിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെ. അപ്പോൾ 12-ാം അധ്യായം ആണ് യഥാർത്ഥത്തിലുള്ള രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത്. അത് അങ്ങനെ അബ്രഹത്തോടുള്ള ഉടമ്പടി, ഇസഹാക്കുമായിട്ട് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കും, എല്ലാം ഉണ്ടല്ലോ, തീയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ, ബലിക്കുള്ള കുഞ്ഞാടവിടെ എന്ന് ഉൽപ്പത്തി 22:7 ചോദിക്കുമ്പോൾ ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും. അത് ഉൽപ്പത്തി 22:8 ദൈവം തന്നെ തരും. അതിൻ്റെ ആ ചോദ്യത്തിന് ദൈവം തരും എന്ന് പറഞ്ഞത്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ചോദ്യം തന്നിട്ടില്ല, തരും എന്ന് അബ്രഹാം പറയുന്നത്, അത് തന്നതാണ് സ്നാപയോഹന്നാൻ ഈശോയെ കാണുമ്പോൾ. യോഹന്നാൻ്റെ സുവിശേഷം 1-29 വാക്യവും 36 വാക്യവും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. ബലിക്കുള്ള കുഞ്ഞാട് അവിടെ ഉൽപ്പത്തി 22:7 ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന മറുപടി. അപ്പോൾ ഈശോയിൽ അത് പൂർത്തീകരിക്കുകയാണ്. അബ്രഹാം ദാവീദ് ഇങ്ങനെ പറഞ്ഞ് അത് ഈശോയിൽ അത് പൂർണ്ണത പ്രാപിക്കുന്നു. അത് അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അവസാനം മത്തായിയുടെ സുവിശേഷം 1:17 നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. അപ്പം ഈ കാലഘട്ടങ്ങളെ ഒരൊറ്റ വാക്കിൽ വിലയിരുത്തി കഴിഞ്ഞാൽ അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള കാലഘട്ടം അത് ഒരു പ്രതാപകാലമായിട്ടാണ് കണക്കാക്കുക. പ്രതാപകാലം, അഭിവൃദ്ധിയുടെ കാലം. ഇനി ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ അതിനെ ഒരു വീഴ്ചയുടെ കാലമാണ്, തകർച്ചയുടെ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. വീഴ്ചകൾ വന്നിട്ടുള്ള കാലഘട്ടമാണ്. ഇനി ബാബിലോൺ പ്രവാസം മുതൽ യേശു വരെയുള്ള കാലം, അത് ക്രിസ്തു വരെയുള്ള കാലം, അത് വീണ്ടെടുപ്പിൻ്റെ കാലമാണ്. വീണ്ടെടുപ്പിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ ഇതൊക്കെ നമ്മൾ ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള 8 ദിവസങ്ങളുടെ 1-ാമത്തെ ദിവസം ഇത് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഇത് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ക്രിസ്തു വന്നിരിക്കുന്നു. ഈ വീണ്ടെടുപ്പ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ ഭൂമിയിലേക്ക് വന്നു, മാമോദീസയൊക്കെ സ്വീകരിച്ച് നന്നായിട്ട് വന്നു, നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വീണുപോയി. ഒന്നും അറിയാൻ പാടില്ലാത്ത പ്രായം നമ്മളെ സംരക്ഷിച്ച് ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെ പൊന്നുപോലെ പരിപാലിക്കപ്പെട്ട് അങ്ങനെ നമ്മളിങ്ങനെ വരികയാണ്. തെറ്റൊന്നും നമുക്കറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തെറ്റിലേക്കൊക്കെ വീണു, വീഴ്ചകളിലേക്കൊക്കെ വീണ്
നമ്മൾ തകർച്ചകളിലേക്കൊക്കെ വീണു, പാപത്തിൽ വീണു, നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത കുറേ തകർച്ചകളിലേക്കും, അത് പാപത്തിൻ്റെ മേഖലയാകട്ടെ, നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പല കാര്യങ്ങളുണ്ട്. വിവാഹമാകട്ടെ, കുഞ്ഞാകട്ടെ, ജോലിയാകട്ടെ, വീടാകട്ടെ, കടബാധ്യതയാകട്ടെ, ഇങ്ങനെയുള്ള വീഴ്ചകളുടെയും തകർച്ചകളുടെയും ദുരിതങ്ങളുടെയും ഒരു കാലഘട്ടം. എന്നിട്ടും അത് വീണ്ടും ക്രിസ്തുവിലൂടെ അതൊരു വീണ്ടെടുപ്പിൻ്റെ ഒരു കാലം നമുക്കുണ്ട് എന്ന് ഈ വംശാവലി പറഞ്ഞുകൊണ്ട് നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ ഒരു കാലമുണ്ട്, നമുക്ക് വീണ്ടെടുപ്പിൻ്റെ കാലമുണ്ട്. ഈ വംശാവലി ഗ്രന്ഥത്തിൽ ഈ ഭാഗത്തിൽ മത്തായി 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പല വ്യക്തികളെ കാണുന്നുണ്ട്. പാപം ചെയ്തവരുണ്ട്, വിജാതീയരുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാത്തരം ആളുകളെ ഉൾച്ചേർത്തിട്ടുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അത് ആട്ടിടയർക്ക് കൊടുത്ത സന്ദേശം പ്രകാരമാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതായത് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവം, എല്ലാവരും, പാപികളെയും. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മളൊരു വ്യക്തിയായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, നല്ല മനുഷ്യനുണ്ട്, ചീത്ത മനുഷ്യനുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇതാ നന്മയായിട്ട്, രക്ഷകനായിട്ട്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ നന്മയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദൈവം വന്ന് പിറക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈശോയുടെ ദൈവ സ്വഭാവം നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ദൈവ സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യ സ്വഭാവം, ഈശോ യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജനിച്ചു എന്ന ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. നമ്മൾ ഏതെങ്കിലും മിത്തുകളിൽ കാണുന്നത് പോലെ ഒരു കെട്ടുകഥയല്ല, ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ഈശോ എന്ന ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഇത്. യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധമ്മയെ ബഹുമാനിക്കുമ്പോൾ, പരിശുദ്ധമ്മയെ ബഹുമാനിക്കാത്ത ആളുകളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധമ്മയെ ദൈവമാതാവെന്ന് വിളിക്കാൻ കാരണം യേശു ക്രിസ്തു, മനുഷ്യനായ യേശു, ദൈവമായ ക്രിസ്തു ഇല്ലേ, ഇത് ദൈവമായിട്ടില്ലേ അവരോധിക്കുകയാണ്. മനുഷ്യർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ വേണ്ടി മിശിഹായായി ക്രിസ്തുവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പം ഈശോയിൽ നിന്ന് ഈ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിക്കാൻ പറ്റുകയില്ല. നമുക്ക് നമ്മൾ ചെയ്ത തെറ്റ്, ദൈവത്തോട് ചെയ്ത തെറ്റ് മനുഷ്യർക്കത് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ദൈവ മനുഷ്യൻ വേണം ഈ പരിഹാരം ചെയ്യാൻ. ദൈവത്തോട് ചെയ്ത തെറ്റ് പരിഹരിക്കാൻ മനുഷ്യർക്കിടയിൽ ദൈവത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദൈവ മനുഷ്യൻ വേണം. അപ്പോൾ അങ്ങനെ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവമായ യേശു ക്രിസ്തു, അത് വിശ്വസിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു മനുഷ്യന്, അങ്ങനെ ഒരു ദൈവ മനുഷ്യന് ജന്മം കൊടുത്ത പരിശുദ്ധ മറിയം മനുഷ്യൻ്റെ അമ്മ മാത്രമല്ല, ദൈവത്തിൻ്റെ അമ്മ കൂടിയാണ്. അതാണ് ദൈവം, അതായത് സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ഈ വചനഭാഗം ശ്രവിക്കുമ്പോഴും ഒന്ന് കൂട്ടി ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇത് ദൈവം നമുക്ക് വേണ്ടി തന്ന ഏക പരിഹാരമാണ് യേശു ക്രിസ്തു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി തന്ന ഏക പരിഹാരമാണ്. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച്, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈശോയുമായി നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബന്ധം വന്നിട്ടില്ല. ഈശോയായിട്ട് ബന്ധം വന്നിട്ടില്ല. കാരണം ഈശോയെ കാണാത്തത് കൊണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ഈശോയെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈശോയായിട്ടുള്ള ബന്ധം നമ്മൾ ഒരിക്കലും മുറിച്ചു കളയില്ല. കഴിഞ്ഞ ദിവസം ഞാനിവിടെ എപ്പോഴും ഈ കുർബാന അവസാനിക്കുമ്പോഴും പറയാറുണ്ട്, ദുരാചാരങ്ങൾ ചെയ്യരുത്, ദുരാചാരങ്ങൾ ചെയ്യരുത്. നമ്മൾ ഈശോയുമായി ഡയറക്റ്റ് ബന്ധം സ്ഥാപിച്ച് വളരേണ്ട നമ്മളാണ്. അതിനാണ് നമ്മൾക്ക് മാമോദീസ നൽകി, പിന്നെ ഓരോ കാലഘട്ടത്തിൽ കുമ്പസാരം, കുർബാന, ഇങ്ങനെ പദവികൾ തന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയോട് ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റു പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ദുരാചാരങ്ങളുണ്ട്. അപ്പം അങ്ങനെ ചരട്, തൂവാല, താഴ് അതൊക്കെ നിർത്തലാക്കിയെന്ന് കേട്ടല്ലോ. അപ്പം ഒരു ടീമിനോട് പോയിട്ടൊരു ഇവിടെ വന്ന തീർത്ഥാടകർ വന്ന് ചോദിക്കുകയാണ്, അയ്യോ ഇതൊക്കെ നിർത്തിയോ, ഇനി ഇതിന് പകരം എന്തേലും ഉണ്ടോ
ഇതിന് പകരം താഴ് പൂട്ടുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നേർച്ചയുണ്ടോ? നേർച്ച തിരക്കി നടക്കുക. നേർച്ചകൾ ഈശോയായിട്ട് കണക്റ്റ് ആകുമോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പം ഉദാഹരണത്തിന് തലമുടി വടിച്ചു, അതൊരു നേർച്ചയായിട്ട് ചിലവർ നേർന്നു. തലമുടി വടിച്ചതിനെ തുടർന്ന് ഈശോയായിട്ട് ബന്ധം ഉണ്ടായോ? ഉണ്ടായോ? ഈശോയുമായി ഒരു ബന്ധം ഉണ്ടായോ? ചോദ്യമാണ്. ഇനി ആൾരൂപം നേർച്ച കൊണ്ടിട്ടേക്കാവേ എന്ന് പറഞ്ഞ് നേർന്നു. ആൾരൂപം കൊണ്ടുപോയി നേർച്ചപ്പെട്ടിട്ടു. ഈശോയായിട്ട് ബന്ധം ഉണ്ടായോ? ആൾരൂപം ഒരു തകിട് ഇല്ലേ, വെള്ളി എന്താണ് അത്, ആ നിറം എന്താണ്, ഒരു സ്റ്റീല് അല്ലേ, തകിട് കൊണ്ട് അവിടെ കൊണ്ടിട്ടു. ഈശോയായിട്ട് ബന്ധം ഉണ്ടായോ? ഈശോയായിട്ട് ബന്ധം ഉണ്ടായില്ല. ഇനി മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ താലത്തിൽ തേങ്ങാമുറിയുമായിട്ട് നടക്കുകയാണ്. തേങ്ങാമുറി നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ മഹാകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാം. ഈശോയായിട്ട് ബന്ധം ഉണ്ടായോ? ഈശോയുമായി ബന്ധം ഉണ്ടായോ? ഈശോയായിട്ട് ബന്ധം ഉണ്ടായില്ല. അപ്പം ഇപ്പോഴും നമ്മൾ തിരക്കിടക്കുന്നതാ. ഈ 2025 നമ്മൾ തിരക്കിടക്കുന്ന ഇതൊക്കെ നിർത്തലാക്കിയല്ലോ. ഇനി ഇതിന് പകരം എന്താ ഉള്ളത്? ഇതിന് പകരമൊന്നുമല്ല. ഇതിനെല്ലാത്തിനും പരിഹാരമായിട്ട് നിനക്ക് ഈശോയെ തന്നിരിക്കുക. ഈശോയെ കൊണ്ട് നടക്ക് നീ. ഈശോ അല്ലെ, മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു, വംശാവലി ഗ്രന്ഥം പറഞ്ഞിട്ട് നിനക്ക് തന്നിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഈശോയെ തന്നിരിക്കുക. എന്നിട്ട് ഈശോയെ അവിടെ മാറ്റിവെച്ചിട്ട് നീ ഈശോയായിട്ട് ബന്ധമില്ലാത്ത നേർച്ചകൾ ചെയ്ത് നടക്കുക. അതാണ്. ഇനി വേറൊരു തിന്മ കൂടിയുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം നിങ്ങൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം. വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു മരണം നടന്നാൽ, ഇപ്പോൾ ഈ 2025 ഒരു മരണം നടന്നു, നക്ഷത്രം തൂക്കുവോ വീട്ടിൽ? മരണം നടന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും, പാതിര കുർബാനയ്ക്ക് പള്ളി പോകും എന്നുള്ളവരൊന്ന് കരമുയർത്തിക്കാം. തൂക്കണം, നക്ഷത്രം തൂക്കണം. അത് നക്ഷത്രം തൂക്കണം, പാതിര കുർബാനയ്ക്ക് പള്ളിയിലും പോകണം. കാരണം നക്ഷത്രം അതൊരു ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അത് 9-ാം വാക്യം, രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. അപ്പോൾ ദൈവസാന്നിധ്യമല്ലേ. നമ്മൾ നക്ഷത്രം തൂക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വീട്ടിൽ ഈശോയുണ്ട്, ഈ വീട്ടിൽ ഈശോ ഉണ്ട് എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മരണം നടന്നു എന്നതിൻ്റെ പേരിൽ നക്ഷത്രം തൂക്കാൻ ഈ വീട്ടിൽ ഈശോ ഇല്ല എന്ന് പറഞ്ഞതിന് തുല്യമല്ലേ. അപ്പം നമുക്ക് വംശാവലി ഗ്രന്ഥത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈശോ. പക്ഷേ വിശുദ്ധരുടെ മരണം അമൂല്യമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇല്ല, വിശുദ്ധരുടെ മരണം അമൂല്യമാണ്. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? ദൈവസന്നിധി തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മരിക്കണം. അപ്പോൾ ഒരു മരണത്തിൻ്റെ പേരിൽ ഈശോയുടെ സാന്നിധ്യം വെളിവാക്കുന്ന നക്ഷത്രം തൂക്കുന്നില്ല. ഈശോയുടെ ഇൻകാർണേഷൻ, മനുഷ്യാവതാര രഹസ്യം വർഷത്തിലൊരിക്കൽ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇടവക പള്ളിയിൽ പാതിരാ കുർബാന ആചരിക്കുമ്പോൾ നമ്മളൊരു മരണം നടന്നതിൻ്റെ പേരിൽ ആ ഇൻകാർണേഷൻ എന്ന മഹാരഹസ്യത്തിൽ പങ്കുചേരാൻ നമ്മൾ പോകുന്നില്ല. ഈശോയോട് ബന്ധമുണ്ടായോ ഇത്രയും കാലം? നമ്മൾ വാലായ്മ എന്ന് പറയുന്ന വേറൊരു മതത്തിൻ്റെ ആചാരം തൂക്കിപ്പിടിച്ച് നടക്കുക. അതായത് ചില മതങ്ങളിലും മരണം നടന്നാൽ ആ വീട്ടിൽ കയറില്ല, പിന്നെ 40 ദിവസം കഴിയണം. നമ്മുടെ 40-ാം ചരമദിനം പോലും വന്നത് അങ്ങനെയുള്ള വാലായ്മയിൽ നിന്നാണ്. ലാറ്റിൻ ക്രമത്തിലും 7:30 വാലായ്മ അവിടെ ടച്ച് ചെയ്യുന്നില്ല. വാലായ്മ ആചരിക്കാൻ നമ്മളോട് ആര് പറഞ്ഞു? അതൊരു ദുരാചാരമാണ് വാലായ്മ. അത് നമ്മുടെ വിശ്വാസത്തിൽ ഇല്ലാത്ത കാര്യം. അപ്പോൾ ഈശോയെ വംശാവലിയിലൂടെ ഈശോയെ ദൈവം വളരെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചിട്ടും നമുക്ക് തന്നിട്ടും നമ്മൾ ഇപ്പോഴും 2025 ഈശോയോടൊരു യഥാർത്ഥ ബന്ധത്തിൽ വളർന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈശോയോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിച്ച് നടക്കുക. നാണമാകില്ലേ നമുക്ക്? ഈശോയോട് അടുക്ക്. ഈ ക്രിസ്മസ് കാലം 8 ദിവസം ഈശോയോട് അടുക്ക്. ഈശോയോട് അടുക്കാൻ നമുക്ക് സഭയിലൂടെ 3 വഴികളേ ഉള്ളൂ. 3 സിലബസ്, 3 പുസ്തകം തന്നിരിക്കുക. അതിന് സബ് ബുക്കുകൾ വേറെ ഉണ്ട്, സബ് ഡിവിഷൻസ്. 1-ാമത്തെ പുസ്തകം കൂദാശയുടെ ജീവിതം, കൗദാശിക ജീവിതം. കൂദാശകൾ കുമ്പസാരിക കുർബാന സ്വീകരിക്കാം.
രണ്ടാമത്തെ പുസ്തകം വചനാധിഷ്ഠിത ജീവിതം. വചനം പഠിക്കുക, വായിക്കുക, കൽപ്പന പാലിക്കുക. പുറപ്പാട് 20-ാം അധ്യായമാണ് കൽപ്പന. അപ്പോൾ വചനം തന്നെയല്ലേ വചനാധിഷ്ഠിത ജീവിതം. മൂന്നാമത്തെ ജീവിതം പ്രാർത്ഥനാ ജീവിതം. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന. ഇതല്ലാതെ ഈശോയോട് അടുക്കാൻ വേറെ വഴിയില്ല. നിങ്ങൾ എന്ത് ചരട് കെട്ടിയാലും, എന്ത് താഴ്ട്ട് പൂട്ടിയാലും, എന്ത് നേർച്ച മറ്റത് മറിച്ചതൊക്കെ ചെയ്താലും ഈശോയോട്ട് ഈ ഒരു ബന്ധം ഉണ്ടാകണമെന്നില്ല, ഈ 3 വഴിയല്ലാതെ. ഇനി ഇതിനൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രാർത്ഥനാ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, കൗദാശി ജീവിതം, നമുക്കിതൊക്കെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്ത് നന്നായിട്ട് പോയി ഈശോയോട് അഭിമാനത്തോടുകൂടെ നമുക്ക് ഇത് സമ്മാനം ചോദിക്കാൻ സാധിക്കട്ടെ. ഞാനിന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഗസ്റ്റ് അച്ഛന്മാരൊക്കെ വരും. അപ്പം എനിക്കിന്നത്തെ സുവിശേഷം വായിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ പോലെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. കാരണം കൂടെ അച്ഛന്മാരുണ്ടെങ്കിൽ അവരായിരിക്കുമല്ലോ വായിക്കുന്നത്. അപ്പം ഞാനിന്ന് ആഗ്രഹിച്ചു. കാരണം ഞാൻ എൻ്റെ അഭിമാനത്തോടെ വായിച്ച കാര്യമാണ് ഈശോയുടെ വംശാവലി ഗ്രന്ഥം. ഈശോയുടെ വംശാവലി അഭിമാനത്തോടെ ഞാൻ വായിച്ച, ഞാനത് ആഗ്രഹിച്ചു. എനിക്കത് ദൈവം തന്നു. ഇന്ന് എനിക്ക് വായിക്കാനുള്ള കൃപ ദൈവം തന്നു. നമുക്ക് അഭിമാനമായിരിക്കട്ടെ, നമ്മുടെ ഈശോ നമുക്ക് അഭിമാനമായിരിക്കട്ടെ. ദൈവം തന്നതാണ്. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. ഈ ഈശോയെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നെ നിറവേറട്ടെ, ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുരിശിൻ ചവിട്ട് വരെ നിന്നിട്ട് ഈശോയെ വിട്ടുമാറാൻ അമ്മ കൂട്ടാക്കിയില്ല. ഈശോയുടെ കൂടെ നടന്നു. അമ്മയിൽ നിന്ന് പഠിക്കാൻ നമുക്കിത് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ചുറ്റും പല കാര്യങ്ങളുണ്ട്. ഈശോയിൽ നിന്ന് അകറ്റുന്ന ദുരാചാരങ്ങളും കാര്യമില്ലാത്ത നേർച്ചകളും, നല്ലതെന്ന് വിചാരിക്കുന്ന നേർച്ചകളും, വാലായ്മ തുടങ്ങിയ ദുരാചാരങ്ങളും, കർത്താവേ, ഇതൊന്നും എന്നെ ഈശോയിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ഈ ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈശോയോട് നന്ന ചങ്കായിട്ട് ചേർന്ന് അടുത്ത് നിന്നിട്ട് നല്ലൊരു ക്രിസ്മസ് സമ്മാനം അത് അനുഭവിക്കുവാനും എന്നെ സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും ആശീർവദിച്ചരാ കൈകളിൽ നാദാ ഈടുന്നു എങ്കലി പൂർണ്ണമായേ കൈക്കൊള്ളനെ യേശു നൈവേദ്യമാ കൈക്കൊള്ളണേ യേശു നൈവേദ്യമായി ആത്മദാനമായി നൽകാൻ അപ്പവും നീങ്ങും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ ക്രിസ്തുവിന്റെ നന്മയ്ക്കുമായി ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് സഭയുടെ കാണിക്കകൾ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ദിവരഹസ്യങ്ങൾ വഴി സ്വർഗീയമായ അപ്പം കൊണ്ട് പോഷിതരാകാൻ ഞങ്ങൾ അർഹരാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനെ ഞങ്ങൾ ഉയർത്തിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം.
അത് ഉചിതവും ന്യായമന്ത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടുത്തെ പ്രവചിച്ചു. കന്യകമാതാവ് അവാജ്യമായ സ്നേഹത്തോടെ അവിടുത്തെ സംവഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിരഞ്ജമാരെയും വിണ്ടരമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യതുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമോ? അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശു മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ.
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകളിൽ കണ്ണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകളിൽ കണ്ണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാണ് എൺകളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യദാനത്താൽ സംതൃപ്തരായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം നിവർത്തിതമാകുമാറാകട്ടെ. അങ്ങേ ആത്മാവിൽ ജ്വലിച്ച് അങ്ങേ ക്രിസ്തു ആഗതനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ തെളിവാർന്ന ദീപങ്ങൾ പോലെ പ്രകാശിതരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ
നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് സമ്മാനങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.